ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 11 മുതൽ 15 വരെയുള്ള ശ്ലോകം നോക്കാം. യേ യഥാ മാം പ്രപദ്യന്തെ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. യേ യഥാ മാം പ്രപദ്യന്തെ താൻ തഥാ ഏവ ഭജാമി അഹം മമ വർത്തമാ അനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. യേ യഥാ മാം പ്രപദ്യന്തെ, ഏതേത് മനുഷ്യർ ഏതേത് പ്രകാരത്തിൽ എന്നെ പ്രപദ്യന്തെ പ്രാപിക്കുന്നുവോ അല്ലെങ്കിൽ ഭജിക്കുന്നുവോ അല്ലെങ്കിൽ ആശ്രയിക്കുന്നുവോ, താൻ അവരെ തഥായേവ അപ്രകാരം തന്നെ അഹം ഭജാമി ഞാൻ അനുഗ്രഹിക്കുന്നു, ഞാൻ ഭജിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവർക്ക് അനുഗ്രഹത്തെ കൊടുക്കുന്നു. മമ വർത്തമാ അനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. മനുഷ്യാഃ സർവശഃ, എല്ലാ മനുഷ്യരും എല്ലാ വിധത്തിലും മമ വർത്തമ എൻ്റെ മാർഗത്തിൽ തന്നെ, എൻ്റെ അഭിപ്രായത്തിൽ തന്നെ അനുവർത്തന്തെ അനുവർത്തിക്കുന്നു. ഏത് ആളുകൾ ഏത് പ്രകാരത്തിൽ എന്നെ ഭജിക്കുന്നുവോ അവരെ ഞാൻ അതിന് അനുസരിച്ച് തന്നെ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ട് ഹേ അർജുന, മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ ഈ മാർഗത്തെ തന്നെ അവലംബിക്കുന്നു അല്ലെങ്കിൽ അനുസരിക്കുന്നു, അനുവർത്തിക്കുന്നു. ഏതേത് ഭക്തന്മാരാണോ എന്നെ ഏതേത് ആഗ്രഹങ്ങളോട് കൂടിയാണോ ഭജിക്കുന്നത്, അവരെ അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ എല്ലാ പ്രകാരത്തിലും എൻ്റെ ഈ മാർഗത്തെ തന്നെ അവലംബിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മളെല്ലാവരും ഈശ്വര ഭജനം നടത്തുന്നത് ഏതെങ്കിലും ഒക്കെ ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയായിരിക്കും. സദാസമയവും നമ്മളുടെ പ്രാർത്ഥന ഇപ്രകാരം ഭൗതികങ്ങളായ കാര്യങ്ങളെ നേടുന്നതിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഈ ഭൗതികതയെ വിട്ട് ശാശ്വതമായ ഏതെങ്കിലും ഒന്നിനെ ആഗ്രഹിക്കുന്ന ഭക്തർ വളരെ കുറവാണ്. ഏതെങ്കിലും ഭക്തൻ പ്രാർത്ഥിക്കുമോ, ഭഗവാൻ എനിക്ക് മോക്ഷം തരണേ എന്ന്? എന്തുകൊണ്ടെന്നാൽ ഈ മോക്ഷം എന്നുള്ള പദത്തിന് അർത്ഥം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മരണം എന്നാണ്. എന്നാൽ മോക്ഷം എന്ന പദത്തിനെ മോഹത്തിൽ നിന്നുള്ള ക്ഷയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആഗ്രഹങ്ങൾ എല്ലാം തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചിട്ട് യാതൊന്നും കാക്ഷിക്കാത്തവരായിട്ട് സ്വകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരാണ് യോഗികൾ. ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ മോക്ഷം എന്ന പദത്തിന് വ്യാഖ്യാനം നൽകേണ്ടത്. ഏതോ ഒരു സമയത്ത് ഒരു അമ്മുമ്മയുടെ കഥ കേട്ടത് ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. ആ അമ്മുമ്മ സദാസമയവും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ എന്നെ അങ്ങോട്ട് വിളിച്ചോളൂ, എന്നെ അങ്ങോട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് പതുക്കെയൊന്നുമല്ല, വളരെ ഉറക്കെ തന്നെ. നിത്യവും ഈ അമ്മുമ്മയുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥനയെ കേട്ടിട്ട് അവിടുത്തെ പൂജാരികൾക്കൊരു കൗതുകം തോന്നി. ഈ അമ്മുമ്മയൊന്ന് പറ്റിച്ചാലോ എന്ന്. ഒരു ദിവസം ഈ അമ്മുമ്മ വരുന്ന സമയത്തിന് തൊട്ട് മുൻപായിട്ട് പൂജാരി ആ വിഗ്രഹത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്നു. എന്നിട്ട് ആ അമ്മുമ്മ തൻ്റെ പല്ലവി ആവർത്തിച്ചു, ഭഗവാനെ എന്നെ അങ്ങോട്ട് വിളിക്കണേ, മതിയായി എനിക്ക്,
എന്നല്ല. അപ്പോഴാണ് വിഗ്രഹത്തിന് പിന്നിൽ നിന്നൊരു വിളി, ഉണ്ണി തയ്യാറായിരുന്നോളൂ, ഇന്ന് വൈകുന്നേരം ഞാൻ വരുന്നുണ്ട്. അത് കേട്ടപ്പോഴും അമ്മമ്മയ്ക്ക് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. പെട്ടെന്ന് പറഞ്ഞു, അയ്യോ ഇന്ന് വേണ്ട, എനിക്ക് അടുത്ത ആഴ്ച പേരക്കുട്ടിയുടെ ചോറൂണാണ്, അതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം നമുക്കിവിടുന്ന് വിട പറയാം എന്ന് വെച്ചാൽ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അതിന് അതിൻ്റേതായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അത് വരും, നമുക്ക് കൂടെ പോവുകയും നിവൃത്തിയുള്ളൂ. ഇവിടെ ഈ അമ്മുമ്മയുടെ പ്രാർത്ഥന എല്ലാവരും അനുകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും ഭൗതികമായ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ദേവതമാർക്ക് കൈക്കൂലി കൊടുക്കുന്നത്. ഞാൻ ഈ കാര്യം സാധിച്ചാൽ ഇത്ര രൂപ തന്നേക്കാം. അതൊരു ഉടമ്പടിയാണ്. അല്ലാതെ നമുക്ക് ശാശ്വതമായ ഒരു സ്ഥാനം ലഭിക്കണേ, അല്ലെങ്കിൽ മനസ്സിനെ ഈ ഭൗതികതയിൽ നിന്നൊക്കെ ഉയർത്തി ഈശ്വരീയതയിലേക്ക് എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭാഗവതത്തിൽ ആ കൂനിയുടെ കഥ പറയുന്നു, സൈരന്ധ്രിയുടെ. ആ സൈരന്ധ്രിയുടെ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ത്രിവക്ര. ഈ ത്രിവക്ര 3 വളവുകൾ ഉള്ളവൾ എന്നുള്ള അർത്ഥമാണ്. അവളുടെ ശരീരത്തിൽ 3 വളവുകൾ ഉണ്ടായിരുന്നു. ഭഗവാന് ലേപനങ്ങൾ നൽകി ഭഗവാൻ പ്രസാദിച്ചപ്പോൾ അവളുടെ വളവുകളൊക്കെ തീർത്ത് ഋജുവാക്കി, വളരെ സുന്ദരിയാക്കി ഭഗവാൻ. അങ്ങനെ ആ സുന്ദരിയായ ത്രിവക്ര അല്ലെങ്കിൽ കുബ്ജ ഭഗവാന്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചു. ഭഗവാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന് അവളുടെ ആഗ്രഹത്തെ എന്താണോ അതിന് നൽകുന്നുണ്ട്. അവിടെ അവൾ ആഗ്രഹിച്ചത് ഭഗവാന്റെ ശരീരത്തോടുള്ള അംഗസംഗമായിരുന്നു. നാരായണീയത്തിൽ വരാഗി എന്നാണ് അവളെ വിളിക്കുന്നത്, ഭട്ടതിരിപ്പാട്. വിഡ്ഢി എന്നുള്ള അർത്ഥത്തിൽ എന്തും നൽകാൻ കഴിവുള്ള ആ സാക്ഷാൽ ഈശ്വരൻ വന്നിട്ട് നിനക്ക് നിത്യവും ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം വേണമെന്നെങ്കിലും പറയാമായിരുന്നില്ലേ? കേവലം ശരീരസുഖമല്ലാതെ ഇങ്ങനെയെങ്കിലും ഭഗവാനോട് യാചിക്കാമായിരുന്നില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അടുത്ത് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളത് നമ്മളും അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്ത് ചോദിച്ചാലും തരും എന്നിരിക്കെ നമ്മൾ ചോദിക്കേണ്ടത് നിസ്സാര കാര്യങ്ങൾ ആവരുത് എന്നുള്ളൊരു സൂചന കൂടി ഇവിടെ നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. യഥാ മാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിഃ ഭവതി കർമ്മജാ. കാംക്ഷന്തഃ കർമ്മണാം സിദ്ധിം, കർമ്മണാം സിദ്ധിം കാംക്ഷന്തഃ, കർമ്മങ്ങളുടെ ഫലത്തെ ആഗ്രഹിക്കുന്നവർ, ഇഹ ഇവിടെ ദേവതാഹ യജന്ത, ദേവതകളെ യജിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ, മനുഷ്യലോകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിഹി ഭവതി കർമ്മജ, കർമ്മജ കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതായ സിദ്ധി വളരെ ക്ഷിപ്രം ഭവതി പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ
കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മഫലങ്ങളെ കൊതിക്കുന്ന ആ മനുഷ്യർ, അവർക്ക് പെട്ടെന്ന് തന്നെ ദേവതകളുടെ അനുഗ്രഹം ലഭിച്ചിട്ട് കർമ്മങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലസിദ്ധിയും കൈവരുന്നു. കർമ്മങ്ങളുടെ ഫലത്തെ ഇച്ഛിക്കുന്നവർ ഈ ലോകത്തിൽ ഓരോരോ ദേവതകളെയൊക്കെ ഉപാസിക്കുന്നു. കാരണം മനുഷ്യലോകത്തിലെ കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതായ ഫലസിദ്ധി വളരെ പെട്ടെന്ന് തന്നെ ഉത്പന്നമാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഓരോരോ ദേവതകളെ യജിക്കുന്നത് എന്ന് പറയുക. എല്ലാവരുടെയും സങ്കല്പം ചെയ്യുന്ന കർമ്മത്തിന് പെട്ടെന്ന് ഫലം ഉണ്ടാകണം എന്നാണ്. നമ്മൾ നിത്യവും ഉപാസിക്കുന്ന ഒരു ദേവതയുടെ അടുത്ത് നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ പൂരീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയുന്നത്, ദാ ഇന്നടുത്ത് ഇന്ന ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എന്ന് പറഞ്ഞതുപോലെ ഭൗതികങ്ങളായ നമ്മളുടെ ആഗ്രഹങ്ങളെ എവിടെ പൂർത്തീകരിക്കപ്പെടുമോ അവിടെ ചെന്ന് അതിൻ്റേതായ രീതിയിൽ ഉപാസനകൾ നടത്താൻ നമ്മൾ തയ്യാറാകുന്നു. എന്നാൽ നമ്മൾ ഇവിടെ ഉപാസിക്കുന്ന ദേവതകൾ അതേ അനുഗ്രഹങ്ങളെ കുറച്ച് വൈകിയാണെങ്കിൽ തന്നേക്കാം. എങ്കിലും ആ വൈകുന്ന അത്രയും കാലം കാത്തിരിക്കാനുള്ള ക്ഷമ ഈ ഭക്തനുണ്ടാകുന്നില്ല. അതുകൊണ്ട് എവിടെയോ ഉള്ള ഒരു ദേവതാ സങ്കല്പത്തെ ഉപാസിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുന്നു. എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലം സിദ്ധമാണെന്നിരിക്കെ അതിന് വേണ്ടതായ ക്ഷമ അല്ലെങ്കിൽ കാലം കാത്തിരിക്കുവാൻ കഴിയാത്തവരാണ് ഇപ്രകാരം അക്കരെ പച്ചകൾ തേടി പോകുന്നത്. പല ദേവതകളുടെയും ഉപാസനാവിധികളെക്കുറിച്ചെല്ലാം ഭാഗവതം പറയുന്നുണ്ട്. അവിടെ ഓരോരോ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഏതേത് ദേവതകളെ ഭജിക്കണം എന്നെല്ലാം ഒരവസരത്തിൽ പറയുന്നുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിഷ്ണുവിനെ ഉപാസിക്കണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ വിഷ്ണു ഉപാസന കൊണ്ട് ഭൗതികങ്ങളായ ഏതേത് ആഗ്രഹങ്ങളെയും നമുക്ക് സാധിപ്പിച്ച് തരുന്നതിനോടൊപ്പം തന്നെ അവസാന കാലത്ത് നമുക്ക് മോക്ഷപദവും നൽകുവാൻ ഈ വിഷ്ണു ഭഗവാന് സാധിക്കും എന്നുകൂടി ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതേത് ദേവതകളെ ഉപാസിച്ചാലും അതെല്ലാം ആത്യന്തികമായി എത്തിച്ചേരുന്നത് വിഷ്ണുവിങ്കലാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില ശ്ലോകങ്ങളിലെല്ലാം കാണുന്നത്, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛന്തി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ജലം ഏത് പ്രകാരത്തിലാണോ പല ആറുകളായും പുഴകളായും ഒക്കെ ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഏതേത് അന്യദേവതകളെ ഭജിച്ചാലും ആ ഭജനയെല്ലാം വിഷ്ണു ഭഗവാന്റെ വിധിപൂർവകം അല്ലാത്ത ഭജനയായി അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ഈ ഭജനകൾ അല്ലെങ്കിൽ ഈ പൂജകൾ എല്ലാം അവസാനം ആ സമുദ്രരൂപിയായിരിക്കുന്ന ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുവിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സിദ്ധിയെ ലഭിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതാത് സിദ്ധികൾ ലഭിക്കും എന്ന് പറയുന്നു. യാതൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമായിട്ട് അവർക്ക് മോക്ഷപ്രാപ്തിയും ലഭിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഃ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരപവിമാം വിദ്യ കർത്താരമവ്യയം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ
തസ്യ കർത്താരം അഭിമാം വിദ്ധി അകർത്താരം അവ്യയം. ചാതുർവർണ്ണ്യം 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയുന്ന 4 വർണ്ണങ്ങൾ മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഗുണകർമ്മ വിഭാഗശഃ, അതിൽ വന്നു ചേരുന്ന ജീവാത്മാക്കളുടെ ഗുണത്തിനും കർമ്മത്തിനും അനുസൃതമായിട്ടാണ് അവർക്ക് വർണ്ണങ്ങൾ ലഭിക്കുന്നത്. തസ്യ കർത്താരം അഭിമാം, അതിൻ്റെ കർത്താവ് ഞാൻ തന്നെയാണ്, എങ്കിലും വിധി അകർത്താരം അവ്യയം, ഞാൻ ഇതിൻ്റെ കർത്താവല്ല എന്നും ഭഗവാൻ പറയുന്നു. ഒരിക്കലും നശിക്കാത്തവനായ ഞാൻ ഇതിൻ്റെയൊന്നും ഉടമസ്ഥനല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണക്കാരനല്ല എന്നാണ് ഭഗവാനോട് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ആരായിരിക്കാം ഇതിനെല്ലാം കാരണക്കാരനാകുന്നത്? ഭഗവാൻ അല്ല എങ്കിൽ അതാണ് ചിന്തിക്കേണ്ട വിഷയം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വർണ്ണങ്ങളല്ല ഈ പറയുന്ന ചതുർവർണ്ണ്യം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ജീവാത്മാവിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഗുണവും കർമ്മവും അല്ലെങ്കിൽ കർമ്മഫലങ്ങളും ഒക്കെയാണ് അയാൾക്ക് ഏത് ജോലി ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. സാത്വിക ഗുണപ്രധാനികളായിരിക്കുന്ന ആളുകൾ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കും. രജോ ഗുണപ്രധാനികളായ ആളുകൾ സമ്മിശ്രമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കും. തമോ ഗുണപ്രധാനികളായ ആളുകളാണെങ്കിലോ അവർ ചെയ്യുന്നത് എല്ലാ കർമ്മങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങളുടെയും കർമ്മം, സത്കർമ്മം ദുഷ്കർമ്മം, ഇത് രണ്ടും ചേർന്ന കർമ്മം, ഇതെല്ലാം പല പല അനുപാതത്തിൽ ചേരുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് വർണ്ണങ്ങൾ. ശ്രേഷ്ഠകുലത്തിൽ ജനിച്ചു എന്ന് കരുതി എല്ലാവരും ശ്രേഷ്ഠരാകണമെന്നില്ല. അധമകുലത്തിൽ ജനിച്ചു അതുകൊണ്ട് എല്ലാവരും അധമരും ആകണമെന്നില്ല. ഭാഗവതം തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അസുര വംശത്തിൽ പിറന്നവരാണ് പ്രഹ്ലാദനും മഹാബലിയുമൊക്കെ. ഉത്തമരായ ഭഗവത് ഭക്തരായിരുന്നു അവരെല്ലാം. അവർക്ക് വേണ്ടി ഭഗവാൻ ഏതേത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കുലം അല്ല ഭക്തിക്ക് ആധാരമായി വന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരും അധമരായവരെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. രാജസഗുണം അധികരിച്ചിരിക്കുന്ന ക്ഷത്രിയന്മാരിലും നല്ലവരും ചീത്തവരും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. വേനൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ ഏറ്റവും ക്രൂരനായിരുന്നു എന്നാണ്. പൃഥു രാജാവിൻ്റെ അവതാരത്തിന് കാരണമാകുന്നത് ഈ വേനൻ എന്ന രാജാവാണ്. അപ്പോൾ വിവിധങ്ങളായ കഥാപാത്രങ്ങൾ നമുക്ക് ഭാഗവതവും ഇതിഹാസങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ എല്ലാം ഗുണവും കർമ്മവും ഒക്കെ വ്യത്യസ്തങ്ങളാണ്, വിവിധ അനുപാതത്തിലുള്ളവരാണ്. ഏതോ ഒരു ശ്രേഷ്ഠമായ അനുപാതത്തിൽ ഇത് രണ്ടും ലഭിക്കുന്നവർ വളരെ ശ്രേഷ്ഠമതികളായിത്തീരുന്നുവെന്നും ഏറ്റവും ഹീനന്മാരായി ഉള്ള ആളുകളിൽ ഈ ഗുണങ്ങളിൽ ഏറ്റവും അധമമായിരിക്കുന്ന തമോ ഗുണവും കർമ്മങ്ങളിൽ ഏറ്റവും അധമമായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളോടും ചേർന്നവരാണെങ്കിൽ അവർ ഈ ലോകത്തിൻ്റെ കണ്ടകന്മാരായിത്തീരും, ലോകത്തെ നശിപ്പിക്കുന്നവരായിത്തീരും. ആദ്യം പറഞ്ഞവരാണെങ്കിൽ അവർ ഈ ലോകത്തെ നന്നാക്കുന്നവരായിരിക്കും. ഇതിനെല്ലാം വേണ്ട ഉദാഹരണങ്ങൾ നമുക്ക് ഇന്നും നമുക്ക് ചുറ്റും വളരെ സുലഭമാണ്.
ഓരോരോ കഥാപാത്രങ്ങളെക്കുറിച്ചും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന രൂപങ്ങൾ വ്യക്തമായി ഈ ആശയത്തെ പ്രതിബിംബിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളിൽ ഉള്ള ഈ ജീവാത്മാവ്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈ ജീവാത്മാവിനെ അതിൻ്റെ ഉന്നമനത്തിനായിട്ട് ഏത് പ്രകാരത്തിൽ സഞ്ചരിച്ചാൽ പരമപദം പ്രാപിക്കാം എന്നുള്ള ചിന്തയിലേക്കാണ് മനസ്സിനെ നയിക്കേണ്ടത്. അല്ലാതെ ഭൗതികതയിൽ പെട്ട് ഉഴന്ന് വീണ്ടും വീണ്ടും ഈ പുനർജന്മം എന്നുള്ള ദുഃഖ സംസാര സാഗരത്തെ പ്രാപിക്കുവാൻ ആകരുത് എന്നുള്ളതാണ് ഈ ഉപദേശങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സ ബധ്യതേ. ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യഹ അഭിജാനാതി കർമ്മഭിഃ ന സഹ ബധ്യതേ. ന മാം കർമാണി ലിംബന്തി, എന്നെ കർമ്മങ്ങൾ ലേപനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്പർശിക്കുന്നില്ല. നമേ കർമ്മഫലേ സ്പൃഹ, എനിക്ക് കർമ്മഫലത്തിനോട് അല്ലെങ്കിൽ കർമ്മഫലത്തിനോട് യാതൊരു ആഗ്രഹവും ഇല്ല. ഇതി യഹ മാം അഭിജാനാതി, ഇപ്രകാരം ആരാണോ എന്നെ അറിയുന്നത്, സഹ അയാൾ കർമ്മഭിഃ ന ബധ്യതേ, അയാൾ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. പരമാത്മസ്വരൂപനായി എല്ലാ ജീവാത്മാക്കളുടെയും അധിപനായി നിൽക്കുന്ന ഭഗവാൻ ഒരിക്കലും കർമ്മങ്ങൾ കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ കർമ്മങ്ങൾ ഭഗവാനെ സ്പർശിക്കുന്നതേയില്ല. എന്നാലോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കർമ്മങ്ങളെയും ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങളിലൊന്നും ഒരു കർത്തൃത്വ ബോധം ഭഗവാൻ ഉണ്ടാകുന്നില്ല. ഞാൻ ചെയ്തു എന്നുള്ള ബോധം ഒരിക്കലും ഭഗവാൻ ഉണ്ടാകുന്നില്ല. ഞാൻ ചെയ്തു എന്നുള്ള ബോധം വരുമ്പോഴാണല്ലോ കർമ്മ ഫലത്തോട് ആഗ്രഹം ഒരാൾക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തതാണ് എന്നുള്ള ഒരു ചിന്തയില്ലെങ്കിൽ അവിടെ കർമ്മഫലത്തിനും ആഗ്രഹം ഉണ്ടാകുന്നില്ല. പലപ്പോഴും നമുക്ക് ചുറ്റും ഉള്ളവർ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ നേടിയതാണ്, അല്ലെങ്കിൽ എൻ്റെ ശ്രമഫലമായിട്ട് കിട്ടിയതാണ് എന്നെല്ലാം പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ കർത്തൃത്വം അവർ സ്വയം ഏറ്റെടുക്കുക വഴി അവർ ഈ അധോഗതിയിലേക്ക് തന്നെ പതിക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നത് നിഷ്കാമമായിരിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളെ നമ്മളെ പരമപദത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്നുള്ളൊരു സൂചന കൂടി ഭഗവാന്റെ ഈ പ്രസ്താവനയിലുണ്ട്. നമാം കർമാണി ലിംബന്തി, ഞാൻ കർമ്മങ്ങൾ കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നില്ല. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വസ്തു ആർക്കെങ്കിലും ദാനം ചെയ്യുന്നു എന്ന് കരുതുക. അയാൾ അത് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മ തന്നെ ഉണ്ടാവണമെന്നില്ല. എന്നാലോ അടുത്ത ദിവസം നമ്മൾ അയാളെ കാണുമ്പോൾ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ആ സാധനം തന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യകർത്താവിൽ ഈ കർമ്മഫലം വളരെ രൂഢമൂലമാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഞാൻ കൊടുത്തു, ശരി തന്നെയാണ്, അയാളത് ഉപയോഗിച്ചു, അയാളത് കഴിഞ്ഞ് അത് മറന്നു, അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അയാളെ ഓർപ്പിക്കേണ്ടതുമില്ല എന്നാണ് കരുതുന്നതെങ്കിൽ അതാണ് കർമ്മഫലം സ്പർശിക്കുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അല്ലയോ അർജുന, നീയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഫലാഗ്രഹം ഇല്ലാതെ. ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധമില്ലാതെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അർജുന എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ളവർ നിശ്ചയമായും പരമപദത്തെ പ്രാപിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് നൽകുക. നമാം കർമാണി ലിംബന്തി
നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈഃ അപി മുമുക്ഷുഭിഃ കുരു കർമ്മ ഏവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ, ഇപ്രകാരം അറിഞ്ഞിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. ആര്? പൂർവൈഃ അപി മുമുക്ഷുഭിഃ, മോക്ഷേച്ഛുക്കളായിരുന്ന നിൻ്റെ പൂർവികരെല്ലാം ഇപ്രകാരം അറിഞ്ഞുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചത്. അതുകൊണ്ട് കുരു കർമ്മ ഏവ തസ്മാത്വം, തസ്മാത് അതുകൊണ്ട് ത്വം നീ, കുരു കർമ്മ ഏവ നീയും കർമ്മം ചെയ്യൂ. ഏതു പ്രകാരം? പൂർവൈഃ പൂർവതരം കൃതം, പൂർവികന്മാർ എപ്രകാരമാണ് മുൻപ് ചെയ്തിട്ടുള്ളത് അതേപോലെ കർമ്മം നീയും അനുഷ്ഠിക്കുക അർജുന. അപ്പോൾ കർമ്മത്തിൻ്റെ ഈ അഗാധ തലങ്ങളെ നിശ്ചയിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മോക്ഷേച്ഛുക്കളായ പൂർവികർ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട് അർജുന. അതുകൊണ്ട് നീയും അപ്രകാരം എങ്ങനെയാണോ നിൻ്റെ പൂർവികർ കർമ്മം അനുഷ്ഠിച്ചിരുന്നത് അതുപോലെ നീയും ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെയാണ്. അത് വാമൊഴിയായും വരമൊഴിയായും നമ്മൾ പഠിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇത് വാമൊഴി മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നേക്ക് അത് വരമൊഴിയായും അത് സവിശേഷതയുള്ള ലിപി രൂപങ്ങളിലൊക്കെ ആയിട്ടും നമുക്ക് അറിവ് സുലഭമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ഒരാൾ നമുക്ക് പറഞ്ഞു തരാനുണ്ടാവണം. അല്ലാതെ ഒരു അറിവ് നമ്മുടെ അലമാരിയിലുണ്ട് പുസ്തക രൂപത്തിൽ, ഞാൻ അതിനെ അറിയണമെന്ന് ആഗ്രഹിച്ച് ഇവിടെയും ഉണ്ടെങ്കിലും ഇതിനിടയിൽ എനിക്കും ആ അറിവിനും ഇടയിൽ ആ അറിവിനെ പറഞ്ഞു തരാൻ ഒരു ആൾ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ത്രിപുടി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. ത്രിപുടി എന്ന് പറഞ്ഞാൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം. അറിയുന്ന ആൾ, അറിവ്, അറിയുക എന്നുള്ള ക്രിയ. അത് ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ പഠിക്കുക. ഇപ്രകാരം എല്ലാ അറിവുകളും നമുക്ക് ഏതെങ്കിലും ഒരു മാർഗദർശനം കിട്ടിയാൽ മാത്രമേ സ്വായത്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിത്തറ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ട് ഉള്ള പഠനം സ്വമേധയാ ചെയ്യാനൊക്കെ സാധിക്കും. അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇന്ന് സുലഭമാണ്. എങ്കിലും തുടക്കത്തിൽ ഒരാളുടെ വഴികാട്ടൽ നമുക്ക് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഏത് പ്രകാരത്തിലാണോ നിൻ്റെ പൂർവികർ കർമ്മങ്ങളെ അനുഷ്ഠിച്ചിരുന്നത്, അവർ ആ കർമ്മം അനുഷ്ഠിച്ച് മോക്ഷപദം പ്രാപിച്ചുവെങ്കിൽ ആ പദം അല്ലെങ്കിൽ ആ മാർഗം തന്നെയാണ് നീയും അനുഷ്ഠിക്കേണ്ടത് അർജുന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപദേശം അർജുനന് നൽകുന്നു ഭഗവാൻ. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.